നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളെ തടഞ്ഞു നിർത്തുന്നത് എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കുന്നതിൽ നിന്നും നിങ്ങളെ എപ്പോഴും പിന്നോട്ട് വലിക്കുന്നത് പണമില്ലായ്മയാണോ, അതോ സമയക്കുറവാണോ, അതോ മറ്റുള്ളവരുടെ പിന്തുണയില്ലാത്തതാണോ? നിങ്ങളൊന്ന് ശാന്തമായിരുന്ന് ആലോചിച്ചു നോക്കുക. ഇതിനൊക്കെയപ്പുറം മനുഷ്യനെ ഏറ്റവും കൂടുതൽ തളർത്തുന്നത് ഒരൊറ്റ വികാരമാണ്. എന്തു സംഭവിക്കും എന്ന ഭയം, മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന ഭയം, പരാജയപ്പെടുമോ എന്ന ഭയം, നമ്മൾ തുടങ്ങിവെക്കുന്ന ഒരു കാര്യം പാതിവഴിയിൽ നിന്നു പോകുമോ എന്ന ഭയം. ഈ ഭയങ്ങൾ കാരണം എത്രയോ വലിയ അവസരങ്ങളാണ് നമ്മൾ ഓരോരുത്തരും വേണ്ടെന്ന് വെച്ചിട്ടുള്ളത്. എത്രയോ തവണ നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ടും നിശബ്ദരായി നിന്നിട്ടുണ്ട്. ഭയം എന്നത് ഒരു വല്ലാത്ത അവസ്ഥയാണ്. അത് യാഥാർത്ഥ്യത്തിലില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ വർത്തമാനകാലത്തെ നശിപ്പിക്കുന്നു. നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെപ്പോലും ഭാവനയിൽ കണ്ട് നമ്മളെ തന്നെ തളർത്തുന്നു. ഇരുട്ടത്ത് കിടക്കുന്ന ഒരു കയറ് കണ്ട് പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ച് ഭയപ്പെടുന്നതുപോലെയാണ് നമ്മുടെ പല പേടികളും. വെളിച്ചം വരുമ്പോൾ മാത്രമേ അത് വെറുമൊരു കയറാണെന്ന് നമ്മൾ തിരിച്ചറിയുകയുള്ളൂ. അതുപോലെ അറിവിന്റെയും തിരിച്ചറിവിന്റെയും വെളിച്ചം വീഴുമ്പോൾ നമ്മുടെ പല ഭയങ്ങളും അസ്ഥാനത്താണെന്ന് നമുക്ക് മനസ്സിലാകും. ഇവിടെയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്കു മുൻപ് ജീവിച്ചിരുന്ന ഒരു മഹാപണ്ഡിതന്റെ വാക്കുകൾക്ക് പ്രസക്തിയേറുന്നത്. ആചാര്യ ചാണക്യൻ ഒരു സാധാരണ അധ്യാപകനായിരുന്ന അദ്ദേഹം അക്കാലത്തെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്നിന്റെ അധിപനായ ധനനന്ദനെ വെല്ലുവിളിക്കുകയും ആ സാമ്രാജ്യം തകർത്ത് ഒരു സാധാരണക്കാരനായ ചന്ദ്രഗുപ്ത മൗര്യനെ അവിടെ രാജാവായി അവരോധിക്കുകയും ചെയ്തു. അത്രയും വലിയൊരു അധികാര കേന്ദ്രത്തോട് ഏറ്റുമുട്ടുമ്പോൾ അദ്ദേഹത്തിന് ഭയമുണ്ടായിരുന്നില്ലേ? തീർച്ചയായും ഭയമെന്നത് മനുഷ്യസഹജമായ ഒരു വികാരമാണ്. എന്നാൽ ആ ഭയത്തെ എങ്ങനെ അതിജീവിക്കണം, എങ്ങനെ സ്വന്തം മനസ്സിനെ ഒരു ഇരുമ്പുകോട്ട പോലെ കരുത്തുറ്റതാക്കി മാറ്റണം എന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാമായിരുന്നു. ശത്രു എത്ര വലിയവനാണെങ്കിലും പ്രതിസന്ധികൾ എത്ര വലുതാണെങ്കിലും സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവന് ലോകത്തിൽ എന്തിനേയും കീഴടക്കാമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. തന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും ആഴത്തിലുള്ള ചിന്തകളിൽ നിന്നും അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്ത ചില തത്വങ്ങളുണ്ട്. എല്ലാത്തിനെയും പേടിക്കുന്ന സ്വഭാവം മാറ്റി എങ്ങനെ ധൈര്യത്തോടെ കാര്യങ്ങളെ നേരിടാം എന്നതിനെക്കുറിച്ചുള്ള ചാണക്യന്റെ ആ പാഠങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. മാനസികമായ കരുത്ത് നേടാൻ ഇത് നിങ്ങളെ തീർച്ചയായും സഹായിക്കും. ഈ വിഷയത്തിലേക്ക് ആഴത്തിൽ കടക്കുന്നതിനു മുൻപ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ചാണക്യൻ ഭയത്തെക്കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പാഠം ഇതാണ്: ഭയത്തെ ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അനുവദിക്കരുത്. എന്നാൽ അത് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ അതിനെ ആക്രമിച്ച് ഇല്ലാതാക്കുക. ഭയം എന്നത് ഒരു രോഗം പോലെയാണ്. തുടക്കത്തിൽ തന്നെ അതിനെ ചികിത്സിച്ചില്ലെങ്കിൽ അത് പതുക്കെ പതുക്കെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പൂർണ്ണമായും കാർന്നുതിന്നും. നമ്മൾ എന്തിനെയാണോ ഭയപ്പെടുന്നത് അതിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുമ്പോഴാണ് ഭയം കൂടുതലായി നമ്മളെ വേട്ടയാടുന്നത്. നിങ്ങൾക്ക് ആളുകളെ അഭിമുഖീകരിക്കാൻ ഭയമാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ആളുകളിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രമിക്കും. അങ്ങനെ അകന്നു നിൽക്കുന്തോറും നിങ്ങളുടെ ഉള്ളിലെ ഭയം ഇരട്ടിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഒരു ദിവസം നിങ്ങൾ ആ ഭയത്തെ നേരിടാൻ തീരുമാനിക്കുകയും ആളുകളുടെ മുൻപിൽ പോയി സംസാരിക്കുകയും ചെയ്താൽ ആ നിമിഷം നിങ്ങളുടെ ഭയം പകുതിയായി കുറയും. ഇവിടെ ചാണക്യൻ പറയുന്നത് ഒളിച്ചോട്ടമല്ല, മറിച്ച് ആക്രമണമാണ് ഭയത്തിനുള്ള മരുന്ന് എന്നാണ്. ഭയം നിങ്ങളുടെ മനസ്സിലേക്കൊരു ചിന്തയായി കടന്നുവരുമ്പോൾ തന്നെ അതിനെ യുക്തി കൊണ്ട് നേരിടണം. ഇത് സംഭവിച്ചാൽ ഏറ്റവും മോശമായി എന്തു നടക്കുമെന്ന് സ്വയം ചോദിക്കുക. ആ മോശമായ അവസ്ഥയെ നേരിടാൻ ഞാൻ തയ്യാറാണോ എന്ന് ചിന്തിക്കുക. അങ്ങനെ മാനസികമായി തയ്യാറെടുക്കുമ്പോൾ തന്നെ ഭയത്തിന്റെ ശക്തി കുറയുന്നു. ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ നിന്നും ഓടിയൊളിക്കുന്നതിനു പകരം അതിനെ എങ്ങനെ പരിഹരിക്കാമെന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ പോരാളി ഉണരുകയാണ്. അവിടെ ഭയത്തിന് സ്ഥാനമില്ല. രണ്ടാമതായി അദ്ദേഹം പറയുന്നത് അറിവില്ലായ്മയാണ് ഭയത്തിന്റെ അടിസ്ഥാന കാരണം എന്നാണ്. നമ്മൾ എന്തിനെയാണോ ഭയപ്പെടുന്നത് അതിനെക്കുറിച്ച് കൃത്യമായ അറിവ് സമ്പാദിക്കുക എന്നതാണ് ആ ഭയം മാറ്റാനുള്ള ഒരേയൊരു വഴി. പുതിയൊരു ബിസിനസ് തുടങ്ങാൻ നിങ്ങൾക്ക് ഭയമാണോ? ആ ഭയം വരുന്നത് ആ ബിസിനസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവില്ലായ്മയിൽ നിന്നുമാണ്. ആ മേഖലയിലുള്ള റിസ്കുകൾ എന്തൊക്കെയാണ്, അവിടെ പരാജയപ്പെടാൻ എന്തൊക്കെയാണ് കാരണങ്ങൾ, വിജയിച്ചവർ എങ്ങനെയാണത് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആഴത്തിൽ പഠിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഭയം പതുക്കെ ആത്മവിശ്വാസത്തിന് വഴിമാറും. ഒരു ഇരുണ്ട മുറിയിലേക്ക് കയറാൻ ഭയപ്പെടുന്ന ഒരാൾക്ക് ആ മുറിയിൽ വെളിച്ചം തെളിയുമ്പോൾ ഭയം മാറുന്നതുപോലെയാണിത്. നിങ്ങളുടെ തലച്ചോറിന് ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തതയില്ലാത്തപ്പോഴാണ് അത് ഭയത്തിന്റെ സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്നത്. അതിനാൽ നിങ്ങളുടെ ഭയത്തിന്റെ കാരണം കണ്ടെത്തുക. എന്നിട്ട് ആ വിഷയത്തെക്കുറിച്ച് പരമാവധി പഠിക്കുക. അറിവാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം. ആ ആയുധം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഏത് അജ്ഞാതമായ ഭയത്തെയും നിങ്ങൾക്ക് നേരിടാൻ സാധിക്കും. മൂന്നാമത്തെ പാഠം വളരെ പ്രസക്തമാണ്. കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ദുഃഖങ്ങളും ഭാവി കാലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും ഒഴിവാക്കി വർത്തമാനകാലത്തിൽ ജീവിക്കുക. മനുഷ്യന്റെ മനസ്സ് എപ്പോഴും ഭൂതകാലത്തിനും ഭാവികാലത്തിനുമിടയിൽ ഒരു പെൻഡുലം പോലെ ആടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞുപോയ കാലത്ത് തനിക്കുണ്ടായ പരാജയങ്ങളെക്കുറിച്ചും അപമാനങ്ങളെക്കുറിച്ചും ചിന്തിച്ച് മനുഷ്യൻ ദുഃഖിക്കുന്നു.
ഇനി വരാനിരിക്കുന്ന കാലത്ത് എന്ത് സംഭവിക്കും, എന്റെ ഭാവി എന്താകും, എന്റെ സമ്പാദ്യം നശിച്ചുപോകുമോ എന്നൊക്കെ ചിന്തിച്ച് അവൻ ഭയപ്പെടുന്നു. ഈ രണ്ട് ചിന്തകളും ഒരു മനുഷ്യന്റെ ഇന്നത്തെ ദിവസത്തെ, അവന്റെ വർത്തമാനകാലത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ചാണക്യൻ പറയുന്നു, കഴിഞ്ഞുപോയതിനെക്കുറിച്ച് വിലപിക്കുന്നതിൽ അർത്ഥമില്ല, കാരണം അത് നമ്മുടെ നിയന്ത്രണത്തിൽ നിന്നും പോയി കഴിഞ്ഞു. ഭാവിയെക്കുറിച്ച് അമിതമായി ചിന്തിച്ച് ഭയപ്പെടുന്നതിലും കാര്യമില്ല, കാരണം ഭാവി എന്നത് ഇന്നത്തെ നമ്മുടെ പ്രവൃത്തികളുടെ ഫലമാണ്. അതിനാൽ പൂർണ്ണ ശ്രദ്ധയും ഇന്നത്തെ ദിവസത്തിൽ കേന്ദ്രീകരിക്കുക. ഇന്ന് എനിക്ക് എന്തു ചെയ്യാൻ സാധിക്കും, എന്റെ ലക്ഷ്യത്തിലെത്താൻ ഇന്ന് ഞാൻ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യണം, ഇതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഭാവിയിലുണ്ടാകാൻ സാധ്യതയുള്ള ഭയങ്ങൾ അപ്രത്യക്ഷമാകുന്നു. കാരണം നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികളിൽ മുഴുകിയിരിക്കുകയാണ്. കർമ്മനിരതനായ ഒരു മനുഷ്യന് ഭയപ്പെടാൻ സമയമില്ല. അവന്റെ മനസ്സ് എപ്പോഴും താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ വ്യാപൃതമായിരിക്കും. നാലാമതായി ചാണക്യൻ നൽകുന്ന ഉപദേശം വൈകാരികമായ തീരുമാനങ്ങൾ ഒഴിവാക്കുക എന്നതാണ്. ഭയം, ദേഷ്യം, അമിതമായ സന്തോഷം, സങ്കടം എന്നീ വികാരങ്ങൾ മനുഷ്യന്റെ യുക്തിസഹമായ ചിന്താശേഷിയെ ഇല്ലാതാക്കുന്നു. ഭയന്നിരിക്കുന്നൊരവസ്ഥയിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ മിക്കവാറും തെറ്റായിരിക്കും. കാരണം ആ സമയത്ത് നിങ്ങളുടെ ബുദ്ധിയല്ല, മറിച്ച് വികാരങ്ങളാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്. വലിയ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ സാധാരണ മനുഷ്യർ ഭയന്നു വിറയ്ക്കുകയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുഴപ്പത്തിലാവുകയും ചെയ്യും. എന്നാൽ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ എത്ര വലിയ പ്രശ്നം വന്നാലും ആദ്യം സ്വന്തം മനസ്സിനെ ശാന്തമാക്കും. പ്രശ്നത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കും. അതിനുശേഷം മാത്രമേ പ്രതികരിക്കുകയുള്ളൂ. നിങ്ങളുടെ മനസ്സ് ശാന്തമാണെങ്കിൽ എത്ര വലിയ കൊടുങ്കാറ്റിനെയും നേരിടാനുള്ള വഴികൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ധനനന്ദന്റെ സഭയിൽ വെച്ച് അപമാനിക്കപ്പെട്ട് പുറത്താക്കപ്പെട്ടപ്പോൾ ചാണക്യൻ ഭയന്നോടുകയോ വികാരഭരിതനായി അവിടെ വെച്ചുതന്നെ യുദ്ധം ചെയ്യുകയോ അല്ല ചെയ്തത്. അദ്ദേഹം ശാന്തമായി തന്റെ ശപഥമെടുത്തു. അതിനുശേഷം ആ ലക്ഷ്യത്തിലേക്കെത്താനുള്ള കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ സ്വന്തം ഭയത്തെ നിയന്ത്രിക്കുന്നത്. അഞ്ചാമത്തെ കാര്യം സ്വന്തം കഴിവുകളിൽ പൂർണ്ണമായ വിശ്വാസമർപ്പിക്കുക എന്നതാണ്. ഭയം പലപ്പോഴും വരുന്നത് നമ്മൾ മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുമ്പോഴാണ്. എനിക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല, മറ്റുള്ളവർ സഹായിച്ചാൽ മാത്രമേ എനിക്ക് വിജയിക്കാൻ കഴിയൂ എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് എപ്പോഴും ഭയമായിരിക്കും. മറ്റുള്ളവർ തന്നെ കൈവിടുമോ എന്ന ഭയം. എന്നാൽ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ള, സ്വന്തം അധ്വാനത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ല. എല്ലാം നഷ്ടപ്പെട്ടാലും പൂജ്യത്തിൽ നിന്നും തുടങ്ങി വീണ്ടും പടുത്തുയർത്താൻ എനിക്ക് കഴിയും എന്ന വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ എന്തിനെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? സ്വന്തം കഴിവുകളെ തിരിച്ചറിയുക, അത് നിരന്തരം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സ്വയം പര്യാപ്തത നേടുക. സാമ്പത്തികമായും മാനസികമായും നിങ്ങൾ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പഠിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ പകുതി ഭയങ്ങളും അവിടെ തീരും. ചാണക്യന്റെ തത്വശാസ്ത്രം എപ്പോഴും വ്യക്തികളെ സ്വയം പര്യാപ്തരാകാൻ പ്രേരിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്തും നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവും നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ മനസ്സിനെ സുഹൃത്താക്കി മാറ്റിയാൽ പിന്നെ ലോകത്ത് മറ്റൊരു ശത്രുവിനെയും ഭയക്കേണ്ടതില്ല. ആറാമത്തെ പാഠം തയ്യാറെടുപ്പുകളെക്കുറിച്ചാണ്. ഒരു യുദ്ധത്തിനു പോകുന്ന സൈനികൻ മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തിയില്ലെങ്കിൽ അവന് യുദ്ധക്കളത്തിൽ ഭയമുണ്ടാകും. എന്നാൽ വർഷങ്ങളോളം കഠിനമായി പരിശീലിച്ച എല്ലാ ആയുധങ്ങളും പ്രയോഗിക്കാൻ അറിയാവുന്ന ഒരു സൈനികന് ശത്രുവിനെ കാണുമ്പോൾ ഭയമല്ല, മറിച്ച് ആവേശമാണ് ഉണ്ടാകുന്നത്. ജീവിതവും ഒരു യുദ്ധക്കളമാണ്. പ്രതിസന്ധികൾ ഏതു രൂപത്തിലും വരാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളായി, രോഗങ്ങളായി, ജോലി പോകുന്ന അവസ്ഥയായൊക്കെ പ്രതിസന്ധികൾ വരാം. ഇതിനെയൊക്കെ നേരിടാൻ നിങ്ങൾക്ക് മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ ഉണ്ടെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു പ്ലാൻ എ പരാജയപ്പെട്ടാൽ ഒരു പ്ലാൻ ബി നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. സാമ്പത്തികമായ ഒരു കരുതൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് പോകുമ്പോൾ വരാൻ സാധ്യതയുള്ള തടസ്സങ്ങളെക്കുറിച്ച് മുൻകൂട്ടി കണ്ട് അവയെ എങ്ങനെ മറികടക്കാമെന്ന് പ്ലാൻ ചെയ്തു വെക്കുക. തയ്യാറെടുപ്പുള്ള ഒരു മനസ്സിനു മുൻപിൽ ഭയം എന്നത് വെറുമൊരു വാക്കുമാത്രമാണ്. ഏഴാമതായി പരാജയങ്ങളെ കാണുന്ന രീതി മാറ്റുക. ഭൂരിഭാഗം ആളുകളുടെയും ഏറ്റവും വലിയ ഭയം പരാജയപ്പെടുമോ എന്നതാണ്. പരാജയപ്പെട്ടാൽ മറ്റുള്ളവർ എന്തു വിചാരിക്കും, സമൂഹം എന്നെ കളിയാക്കുമോ എന്നൊക്കെയുള്ള ചിന്തകളാണ് അവരെ എപ്പോഴും അലട്ടുന്നത്. ചാണക്യൻ പറയുന്നു, പരാജയമെന്നത് അവസാനമല്ല, മറിച്ചൊരു പുതിയ തുടക്കമാണ്. ഒരു കാര്യം എങ്ങനെ ചെയ്യാൻ പാടില്ല എന്നതിന്റെ ഏറ്റവും വലിയ പാഠമാണ് ഓരോ പരാജയവും നമുക്ക് നൽകുന്നത്. പരാജയങ്ങളെ ഭയപ്പെടുന്നവൻ ഒരിക്കലും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുകയില്ല. അവൻ എപ്പോഴും സ്വന്തം കംഫർട്ട് സോണിൽ സുരക്ഷിതനായിരിക്കാൻ ആഗ്രഹിക്കും. എന്നാൽ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത് എപ്പോഴും ഈ കംഫർട്ട് സോൺ പൊട്ടിച്ചു പുറത്തുവന്നവരാണ്. അവർ ഒരുപാട് തവണ പരാജയപ്പെട്ടിട്ടുണ്ടാകാം, വീണിട്ടുണ്ടാകാം. പക്ഷെ ഓരോ വീഴ്ചയിലും അവർ പുതിയ കാര്യങ്ങൾ പഠിച്ചു. പരാജയങ്ങളെ ഭയപ്പെടാതെ അതിനെ പാഠങ്ങളായി സ്വീകരിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തുക. എനിക്ക് പരാജയപ്പെടാൻ ഭയമില്ല, കാരണം ഒന്നുകിൽ ഞാൻ വിജയിക്കും, അല്ലെങ്കിൽ ഞാൻ പുതിയൊരു കാര്യം പഠിക്കും എന്ന മനോഭാവം വളർത്തിയെടുക്കുക. എട്ടാമത്തെ പാഠം നമ്മുടെ വ്യക്തിബന്ധങ്ങളെക്കുറിച്ചാണ്. നിങ്ങളുടെ രഹസ്യങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതിരിക്കുക. മനുഷ്യർ പലപ്പോഴും അവരുടെ സങ്കടങ്ങളും ദൗർബല്യങ്ങളും രഹസ്യങ്ങളും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ പറഞ്ഞുപോകാറുണ്ട്. എന്നാൽ ചാണക്യൻ പറയുന്നത്
വളരെ കടുത്ത ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ നിങ്ങളുടെ സുഹൃത്ത് നാളത്തെ നിങ്ങളുടെ ശത്രുവായി മാറാം. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ അവരോട് പറഞ്ഞ രഹസ്യങ്ങളും നിങ്ങളുടെ ദൗർബല്യങ്ങളും അവർ നിങ്ങൾക്ക് നേരെ തന്നെ ആയുധമായി ഉപയോഗിക്കും. നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റൊരാൾക്കറിയാം എന്നത് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഭയം സൃഷ്ടിക്കും. അവർ അത് മറ്റാരോടെങ്കിലും പറയുമോ, അതുവെച്ച് നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുമോ എന്നൊക്കെയുള്ള പേടികൾ നിങ്ങളെ വേട്ടയാടും. അതിനാൽ നിങ്ങളുടെ ഏറ്റവും സ്വകാര്യമായ കാര്യങ്ങൾ, നിങ്ങളുടെ ദൗർബല്യങ്ങൾ, നിങ്ങളുടെ ഭാവി പരിപാടികൾ എന്നിവ എപ്പോഴും ഒരു രഹസ്യമായി തന്നെ സൂക്ഷിക്കുക. നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ മറ്റൊരാളെ അനുവദിക്കാതിരിക്കുക. ആ ഒരു അകലം എപ്പോഴും സൂക്ഷിക്കുന്നത് മാനസികമായ ഒരു കരുത്ത് നൽകും. മറ്റാരുടെയും കയ്യിൽ നിങ്ങളെ തകർക്കാനുള്ള ആയുധങ്ങൾ ഇല്ല എന്ന തോന്നൽ തന്നെ വലിയൊരു ധൈര്യമാണ്. 9ാമത്തെ പാഠം നമ്മുടെ കൂട്ടുകെട്ടുകളെക്കുറിച്ചാണ്. ഭയം എന്നത് പകരുന്ന ഒരു വികാരമാണ്. എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ സംസാരിക്കുന്ന, എല്ലാത്തിനെയും പേടിക്കുന്ന, ഒരു റിസ്ക്കും എടുക്കാൻ തയ്യാറല്ലാത്ത ആളുകളുടെ കൂടെയാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ ക്രമേണ നിങ്ങളും അവരെപ്പോലെയായി മാറും. അവർ തങ്ങളുടെ ഭയം നിങ്ങളിലേക്കും കുത്തിവെക്കും. എന്നാൽ ധൈര്യശാലികളായ, ലക്ഷ്യബോധമുള്ള, പോസിറ്റീവായി ചിന്തിക്കുന്ന ആളുകളുടെ കൂടെയാണ് നിങ്ങളുടെ സമ്പർക്കമെങ്കിൽ അവരുടെ ആ ധൈര്യവും ആത്മവിശ്വാസവും നിങ്ങളിലേക്കും പകരും. ചാണക്യൻ എപ്പോഴും ശരിയായ ആളുകളെ കൂടെ നിർത്താൻ ശ്രദ്ധിച്ചിരുന്നു. നിങ്ങൾക്ക് ചുറ്റുമുള്ള ചുറ്റുപാട് നിങ്ങളുടെ മാനസികാവസ്ഥയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ എപ്പോഴും നിരുത്സാഹപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളിൽ നിന്നും അകലം പാലിക്കുക. നിങ്ങൾക്ക് പ്രചോദനം നൽകുന്ന, നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു വലയം സൃഷ്ടിക്കുക. അത് വലിയൊരു ഊർജ്ജമായി മാറും. 10ാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പാഠം ധർമ്മത്തിൽ അടിയുറച്ചു നിൽക്കുക എന്നതാണ്. തെറ്റ് ചെയ്യുന്നവൻ എപ്പോഴും ഭയത്തിലാണ് ജീവിക്കുന്നത്. താൻ ചെയ്ത തെറ്റ് എപ്പോഴെങ്കിലും പിടിക്കപ്പെടുമോ, തനിക്ക് ശിക്ഷ ലഭിക്കുമോ എന്ന ഭയം അവനെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കും. അവൻ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഈ ഭയം അവനോടൊപ്പമുണ്ടാകും. എന്നാൽ നേരായ വഴിയിലൂടെ നടക്കുന്ന, ആരോടും ദ്രോഹം ചെയ്യാത്ത, ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. അവന്റെ മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കും. സത്യം പറയുന്നവന് എന്തു പറഞ്ഞുവെന്ന് ഓർത്തുവെക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാറില്ലേ? അതുപോലെ ശരിയായ വഴിയിലൂടെ നടക്കുന്നവന് ആരെയും ഭയക്കേണ്ടതില്ല. അവന് നിയമത്തെ ഭയക്കേണ്ട, സമൂഹത്തെ ഭയക്കേണ്ട, സ്വന്തം മനസാക്ഷിയും ഭയക്കേണ്ട. ഉള്ളിൽ കുറ്റബോധമില്ലാത്തൊരു മനസ്സ് തന്നെയാണ് ഏറ്റവും വലിയ ധൈര്യം. നിങ്ങളുടെ കർമ്മങ്ങൾ ശുദ്ധമാണെങ്കിൽ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കും എന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടാകും. അത് നൽകുന്ന മാനസിക കരുത്ത് മറ്റൊന്നിൽ നിന്നും ലഭിക്കുകയില്ല. ചാണക്യന്റെ ഈ 10 പാഠങ്ങളും കേവലം സിദ്ധാന്തങ്ങൾ മാത്രമല്ല, മറിച്ച് ഒരു മനുഷ്യന് തന്റെ നിത്യജീവിതത്തിൽ പ്രായോഗികമായി ഉപയോഗിക്കാൻ കഴിയുന്ന ആയുധങ്ങളാണ്. ഭയം എന്നത് വെറുമൊരു തോന്നൽ മാത്രമാണെന്ന് മനസ്സിലാക്കുക. അത് നിങ്ങളുടെ മനസ്സിൽ ജനിക്കുകയും നിങ്ങളുടെ മനസ്സിൽ തന്നെ മരിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അതിനെ വളർത്തണോ അതോ നുള്ളിക്കളയണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ലോകത്തിൽ ജനിച്ച ആരും തന്നെ ഒന്നിനെയും ഭയപ്പെടാത്തവരായി ഇല്ല. ധീരന്മാരും ഭീരുക്കളും തമ്മിലുള്ള ഒരേയൊരു വ്യത്യാസം, ഭീരുക്കൾ ഭയത്തിന് കീഴടങ്ങുമ്പോൾ ധീരന്മാർ ഭയമുണ്ടായിട്ടും അതിനെ മറികടന്ന് മുന്നോട്ടു പോകുന്നു എന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ എത്തണമെങ്കിൽ, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ ഈ ഭയമെന്ന ചങ്ങല പൊട്ടിച്ചെറിയുക തന്നെ വേണം. എനിക്ക് കഴിയും, ഞാനത് നേടുമെന്ന ദൃഢനിശ്ചയത്തിനു മുൻപിൽ ഏതു വലിയ ഭയവും വഴിമാറും. നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കുക, വർത്തമാനകാലത്തിൽ ജീവിച്ചു തുടങ്ങുക, അറിവ് നേടുക, ലക്ഷ്യത്തിലേക്ക് നിരന്തരം പ്രയത്നിക്കുക. അപ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിലെ ഭയങ്ങൾ എങ്ങോട്ടോ മറഞ്ഞുപോകും. ഒരു പുതിയ മനുഷ്യനായി, കരുത്തുറ്റ ഒരു മനസ്സുമായി നിങ്ങൾക്ക് ജീവിതത്തെ നേരിടാൻ കഴിയും. നമ്മൾ ചർച്ച ചെയ്ത ഈ കാര്യങ്ങളിൽ ഏത് ശീലമാണ് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പോകുന്നത്? വീഡിയോ ലൈക്ക് ചെയ്യാനും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. ധൈര്യം എന്നത് ഭയമില്ലായ്മയല്ല, മറിച്ച് ഭയത്തേക്കാൾ വലുതാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന തിരിച്ചറിവാണ്. എഴുന്നേൽക്കുക, ഭയത്തെ നേരിടുക, നിങ്ങളുടെ കർമ്മം ചെയ്യുക.